ഓണവിപണി വിശേഷങ്ങളിലേക്ക്. മലയാളികളുടെ മാറിവരുന്ന ഷോപ്പിംഗ് രീതി ചില്ലറ മൊത്ത വ്യാപാര വിപണിയെ സാരമായി ബാധിച്ചു. ഓണത്തിന് മുമ്പ് നടന്നിരുന്ന കച്ചവടത്തിൻ്റെ 30% കച്ചവടം മാത്രമാണ് നിലവിൽ നടക്കുന്നത്. ഓണക്കാലം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. അതോടൊപ്പം ഓണക്കാലം ഉത്സവമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വ്യാപാരികളും. ഇത്തവണത്തെ ഓണം വ്യാപാരികളുടെ എങ്ങനെയെന്ന് നമുക്ക് ചോദിച്ചറിയാം. മലയാളികളുടെ പർച്ചേസിംഗ് രീതി മാറി വരികയാണ്. ഓൺലൈൻ വഴിയാണ് ഭൂരിഭാഗം പേരും നിലവിൽ പർച്ചേസിംഗ് നടത്തുന്നത്. ഓൺലൈൻ വ്യാപാരം വർദ്ധിച്ചതോടെ ഹോൾസെയിൽ മേഖലയിലെ കച്ചവടം ഗണ്യമായി കുറഞ്ഞു. ഓൺലൈൻ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇതിപ്പം നമുക്ക് അത്ര ബിസിനസ് ഇല്ല. ഈ സമയത്ത് ഇപ്പോൾ വളരെ കുറവാണ്. അതിൻ്റെയൊക്കെ ഒരു 3 നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം 1/3 കച്ചവടമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹോൾസെയിൽ മേഖലയിലും ബാധിച്ചു, റീറ്റെയിൽ കടയിലും ബാധിച്ചു. റീറ്റെയിൽ കടക്കാർ വരണില്ല. ഓൺലൈനിൽ എല്ലാവരും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരത്തേക്ക് ഒരു 30,000-40,000 രൂപയ്ക്ക് എടുക്കുന്ന ആൾക്കാർ 10,000 രൂപയ്ക്ക് എടുക്കുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നമുക്കൊരു 30% നടക്കണുള്ളൂ. നേരത്തെ 100% നടന്നതിൻ്റെ ഇപ്പോൾ 30% നടക്കണുള്ളൂ. നേരത്തെ നമുക്ക് പ്രതീക്ഷയുണ്ട്, ഇത്ര രൂപയുടെ സെയിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത്ര രൂപയുടെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 30% നടക്കാൻ പറ്റുമെന്നോ 50% നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റണില്ല. ഓൺലൈനിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ലഭിക്കുമ്പോഴാണ് റീറ്റെയിൽ മേഖലയെ ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നത്. ഈ ഹോൾസെയിൽ കടയിൽ നിന്ന് ഞങ്ങൾ റീറ്റെയിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളുടെ സെയിലായാലല്ലേ ഇവർക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കതില്ല. ഓൺലൈൻ വന്നതിന് ശേഷം എല്ലാം പോയി. ഓൺലൈനിൽ ഒന്ന് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എല്ലാ വീടിൻ്റെയും ബാധിക്കാം. പക്ഷേ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് പറയാം. ഇതാകുമ്പോൾ നമുക്ക് വന്ന് ക്വാളിറ്റി നോക്കി അതിൻ്റെ ഡിസൈൻ നോക്കി പല ഡിസൈൻ നോക്കി നമുക്കിതെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഓൺലൈനിൽ വന്നതുകൊണ്ട് ആൾക്കാർ ക്വാളിറ്റി നോക്കുന്നില്ല. ഒറ്റ ദിവസത്തെ പരിപാടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. കൊണ്ടുവന്ന് കഴിഞ്ഞ് തലേ ദിവസം ചിലപ്പം ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസമായിരിക്കും ഈ സാധനം വരുന്നത്. പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും ഈ കൊള്ളില്ലാത്തതാണെന്ന്. അപ്പോൾ ഒരു ഓട്ടമാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള റീറ്റെയിലുള്ള ആൾക്കാർക്ക് തിരക്കുമായിരിക്കും, ബുദ്ധിമുട്ടുമായിരിക്കും, കുറേയൊക്കെ മോഷണവും പോകും. നിലവിൽ പുറം രാജ്യങ്ങളിലേക്കാണ് കൂടുതലും ഹോൾസെയിൽ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത്. ഇപ്പോൾ കൂടുതലും നമുക്ക് പോകുന്നത് പുറം സ്ഥലത്തേക്കാണ്. നമ്മുടെ നാട്ടിലോട്ടുള്ളത് കുറവാണ്. എല്ലാവരും പല ഷേപ്പിലും പല ഡിസൈനിലും ഓൺലൈനിൽ തന്നെ വാങ്ങണത്. പക്ഷെ പുറം രാജ്യത്തുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ ഷോപ്പിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ സൗത്ത് ആഫ്രിക്ക, UAE അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്വാളിറ്റിയും വിലക്കുറവുള്ള സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ ഹോൾസെയിൽ മേഖലയിൽ തന്നെ എത്തിച്ചേരണമെന്നാണ് ഹോൾസെയിൽ വ്യാപാരികൾ പറയുന്നത്. ക്യാമറമാൻ അജാസ് അഹമ്മദിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി.